ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയെ അറിയാം, അനുഭവിക്കാം എന്ന യൂട്യൂബ് പഠന പരമ്പരയുടെ 11ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അനാഫൊറയുടെ തുടർച്ചയായ 3ാം പ്രണാമ ജപവൃത്തമാണിത്. 3ാം പ്രണാമ ജപവൃത്തം. 3ാം പ്രണാമ ജപത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മം അനുസ്മരിച്ചുകൊണ്ട് നന്ദി പറയുന്നു. അതിപ്രകാരമാണ്: കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. 3ാം പ്രണാമ ജപത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് മധ്യഭാഗത്തായി പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വിവരണങ്ങൾ ചേർത്തിരിക്കുന്നു. സ്ഥാപന വിവരണം: തിരുവത്താഴ വേളയിൽ ഈശോ അപ്പവും വീഞ്ഞുമെടുത്ത് ആശീർവദിച്ച് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്നു പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരരക്തങ്ങൾ ശിഷ്യന്മാർക്ക് നൽകിയതിനെയാണ് സ്ഥാപന വിവരണത്തിൽ അനുസ്മരിക്കുന്നത്. കൂദാശ വചനങ്ങൾ ചൊല്ലുമ്പോൾ പീലാസയിൽ ശരീരവും കാസയിൽ രക്തവും പ്രത്യേകം എടുക്കുന്നു. ഈ ശരീരരക്തങ്ങളുടെ വേർതിരിവ് മരണത്തെ സൂചിപ്പിക്കുന്നു. കൂദാശാവചനങ്ങൾ ചൊല്ലുമ്പോൾ സെഹിയോൻ ഊട്ടുശാലയിൽ വെച്ച് ഈശോ കുർബാന സ്ഥാപിച്ച നിമിഷങ്ങൾ നാം പ്രത്യേകം ഓർക്കുന്നു. സെഹിയോൻ ശാലയിൽ അന്ത്യ അത്താഴ നാളിൽ യേശുവിൻ്റെ മരണത്തിനു മുമ്പുള്ള മരണം, പരിശുദ്ധ കുർബാനയിൽ നാം ബലിയർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ മരണത്തിന് ശേഷമുള്ള മരണം, സ്ഥലകാല സീമകളെല്ലാം മനുഷ്യൻ്റെ തലത്തിൽ മാത്രമാണ്, ദൈവത്തിൻ്റെ തലത്തിൽ എല്ലാം ഒരു നിമിഷമാണ്. ദൈവം ഒരേ സമയം അത്യുന്നതങ്ങളിലാണ്, സ്വർഗത്തിലാണ്. അതേസമയം ദൈവം നമ്മോട് കൂടെയാണ്. ഈശോ ചെയ്ത 4 കാര്യങ്ങൾ നാം പരിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നു. എടുത്ത് ഉയർത്തി വാഴ്ത്തി സ്തോത്രം ചെയ്ത് നൽകുന്നു. ലത്തീൻ ആരാധനാ ക്രമമനുസരിച്ച് സ്ഥാപന വിവരണങ്ങൾക്ക് തൊട്ടു മുമ്പാണ് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. സ്ഥാപന വിവരണങ്ങളുടെ സമയത്താണ് അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്നത്. എന്നാൽ പൗരസ്ത്യ സഭകളിൽ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരമായും തിരുരക്തമായും മാറ്റപ്പെടുന്ന അനാഫൊറയുടെ അഥവാ കൂദാശാക്രമത്തിന്റെ സമയത്താണ്. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. അപ്പവും വീഞ്ഞും എപ്പോഴാണ് യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളാകുക എന്നത് പലരുടെയും മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. വചന ശുശ്രൂഷയ്ക്ക് ശേഷം അനാഫൊറയ്ക്ക് മുമ്പുള്ള ഒരുക്ക ശുശ്രൂഷയിൽ ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ മുതൽ രൂപാന്തരീകരണത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. സ്ഥാപന വചനങ്ങൾക്കനുസൃതമായി അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമാക്കി പൂർണ്ണമായും മാറുന്ന പ്രക്രിയ പൂർത്തിയാകുന്നത് റൂഹാക്ഷണ പ്രാർത്ഥന സമയത്താണ്. ഈശോ പിതാവിന് അർപ്പിക്കുന്ന ബലിയാണ് പരിശുദ്ധ കുർബാന. അന്ന് അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് യേശു ഈ വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ അത് യേശുവിൻ്റെ മുറിക്കപ്പെട്ട ശരീരവും ചിന്തപ്പെട്ട രക്തവുമായി മാറി. ഇന്ന് അതേ വാക്കുകൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് വൈദികൻ ഇവിടെ ആവർത്തിക്കുമ്പോൾ ഈ അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു. ഇവിടെ വൈദികന്റെ സ്വരമാണ് നാം ശ്രവിക്കുന്നതെങ്കിലും ഉച്ചരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ ഈ അപ്പത്തെയും വീഞ്ഞിനെയും കർത്താവിൻ്റെ ശരീര രക്തങ്ങളാക്കുന്നത് ദൈവം തന്നെയാണ്. അതിനാൽ ഇവിടെ വൈദികന്റെ യോഗ്യതയോ കഴിവോ പരിഗണിച്ചല്ല അപ്പവും വീഞ്ഞും ശരീര രക്തങ്ങളായി മാറുന്നത്. സത്താപരമായ മാറ്റമാണിവിടെ സംഭവിക്കുന്നത്. വൈദികൻ സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാം കരങ്ങൾ കൂപ്പി തല വണങ്ങി ഭയഭക്തിയോടെ നിൽക്കണം. നമ്മുടെ ചിന്തകൾ സെഹിയോൻ മാളികയിലേക്ക് കൊണ്ടുപോകാം. പെസഹ ആചരണ സമയത്ത് ശിഷ്യന്മാരിൽ ഒരുവനെ പോലെ സെഹിയോൻ മാളികയിലായിരുന്നു കൊണ്ട് അതിൽ പങ്കാളികളാകാം. യേശുവിൻ്റെ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. അതോടൊപ്പം തന്നെ ഈശോയുടെ കുരിശുമരണവും നമുക്ക് ധ്യാനിക്കാം. നമുക്ക് വേണ്ടി രക്തം ചിന്തി കുരിശിൽ മരിച്ച ഈശോയെ ആരാധിക്കാം. ഈ വചനങ്ങൾ നമുക്കിപ്പോൾ ശ്രവിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്
സ്വർഗത്തിലേക്ക്. ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സ്ഥാപന വിവരണങ്ങൾക്ക് ശേഷം കാർമികൻ മൂന്നാം പ്രണാമജപം തുടരുന്നു. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ മനുഷ്യപ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള കാനോന ഇപ്രകാരമാണ്: നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തിന് എപ്പോഴും ഇപ്പോൾ ആണ്. ദൈവത്തിന് ഭൂതമില്ല, ഭാവിയില്ല, എല്ലാം ഇപ്പോഴാണ്. ആ ഒരു ചിന്തയോട് ബന്ധപ്പെടുത്തിയാണ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന ആ പ്രാർത്ഥനയെ നാം ഓർക്കേണ്ടത്. തുടർന്ന് ശുശ്രൂഷയുടെ ആഹ്വാനമാണ്: ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോട് കൂടെ. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ ആയിരിക്കണമെന്നുള്ള നല്ലൊരു ഉദാഹരണമാണ് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഹന്നായുടെ പ്രാർത്ഥന. ഹൃദയത്തിൽ ദൈവ സാന്നിധ്യ സ്മരണ നിറച്ച് എല്ലാ വേദനകളും നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുന്ന പ്രക്രിയയാണ് ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥന. 11-ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 12-ാം എപ്പിസോഡ് അടുത്ത ദിവസം കാണാം. ആമേൻ.